വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാർ 2-ാം അധ്യായം 35-ാം വാക്യം. അബ്യാഥാരിന് പകരം സാദോക് പുരോഹിതനെയും നിയമിച്ചു. ദാവീദ് രാജാവിൻ്റെ 2 പുരോഹിതന്മാരിൽ ഒരുവനായിരുന്നു സാദോക്ക്. ഈ പേരിൻ്റെ അർത്ഥം നീതിമാൻ എന്നാണ്. സാദോക്ക് അഹരോൻ വംശജനായിരുന്നു എന്നും എലയാസർ ആയിരുന്നു ഇവരുടെ കുലത്തലവൻ എന്നും 1 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ദാവീദ് യെബൂസ്യരുടെ പട്ടണമായ യെരുശലേം പിടിച്ചടക്കുകയുണ്ടായി. യെരുശലേമിൻ്റെ മറ്റൊരു പേരായിരുന്നു യെബൂസ് എന്നത്. ഹാമിൻ്റെ സന്താന പരമ്പരകളാണ് യെബൂസ്യരെന്ന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനു ശേഷവും യെബൂസ്യർ യെരുശലേമിലും സമീപ പ്രദേശങ്ങളിലും അധിവസിച്ചിരുന്നു. യഹൂദയുടെയും ബെന്യാമിൻ്റെയും അതിർത്തിയിലായിരുന്നു യെബൂസ് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ദാവീദ് രാജാവ് യെബൂസ് പിടിച്ചടക്കി അത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയാക്കി മാറ്റി. അങ്ങനെ യെബൂസിൻ്റെ പുരോഹിതനായിരുന്ന സാദോക്കിനെ ദാവീദ് തൻ്റെ പുരോഹിതനായി അംഗീകരിച്ചു. സാദോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മഹാപുരോഹിത ശുശ്രൂഷ നിറവേറ്റിയ വ്യക്തിയായിരുന്നു സാദോക്ക്. ദാവീദിൻ്റെ കാലത്ത് സഹപുരോഹിതനായിരുന്ന അബ്യാഥാരിനെ ശലോമോൻ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും മഹാപുരോഹിതൻ്റെ മുഴുവൻ ചുമതലയും സാദോക്കിന് നൽകുകയും ചെയ്യുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മുമ്പിൽ ദൈവാലയ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയായിരുന്നു മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ നിവർത്തിക്കേണ്ട ചില പ്രത്യേകമായ അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അവ ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഹാപുരോഹിതൻ ജനത്തിൻ്റെ പ്രതിപുരുഷനാകയാൽ സ്വന്തം പാപങ്ങളും ജനത്തെ മുഴുവനായി ബാധിക്കും. അതിനാൽ യാഗ അർപ്പണത്തിലൂടെ അതിലുള്ള പ്രത്യേക പരിഹാര ക്രിയകളും നടത്തേണ്ടതായിട്ടുണ്ട്. അത് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാപുരോഹിതനായ സാദോക്കിലൂടെ അദ്ദേഹത്തിൻ്റെ തലമുറയും യെരുശലേമിലെ പ്രധാന പുരോഹിത വർഗമായിട്ട് തീരുന്നു. സാദോക്ക് പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട ഒരുവനായിരുന്നു ഹിസ്കിയ രാജാവിൻ്റെ കാലത്തെ പ്രധാന പുരോഹിതൻ. സാദോക്ക് പുരോഹിതൻ്റെ തലമുറക്കാരാണ് ആധികാരികമായി യെരുശലേമിലെ പുരോഹിതർ എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. എന്തു തന്നെ ആയാലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അത് ഭംഗിയായി നിറവേറ്റുവാൻ സാദോക്ക് എന്ന മഹാപുരോഹിതന് സാധിച്ചു. മഹാപുരോഹിതന്മാർ നിവർത്തിക്കേണ്ട എല്ലാ അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും അത് നിറപടിയായി നിവർത്തിക്കുവാൻ സാദോക്ക് മഹാപുരോഹിതന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതെ അവയെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.